Welcome students to the 7th class on P block elements. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് 17 എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. ആദ്യം ക്ലോറിൻ്റെ ഹൈഡ്രേഡായ ഹൈഡ്രജൻ ക്ലോറൈഡിനെ പറ്റി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നത് സോഡിയം ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കൂടി ഹീറ്റ് ചെയ്താണ്. ഈ റിയാക്ഷനിൽ ഇവോൾവ് ചെയ്യുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിട്ടാണ് അതിലെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു പ്രിപ്പയർ ക്ലോറിൻ ഫ്രം HCl ആൻഡ് HCl ഫ്രം ക്ലോറിൻ. ക്ലോറിന് ഹൈഡ്രജൻ ക്ലോറൈഡായും ഹൈഡ്രജൻ ക്ലോറൈഡിനെ തിരിച്ച് ക്ലോറിനായും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഹൈഡ്രജൻ ക്ലോറൈഡിനെ ക്ലോറിനാക്കാൻ ഡീക്കൺ പ്രോസസ്സ് ഉപയോഗിച്ചാൽ മതി. ഇത് ക്ലോറിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ഈ പ്രോസസ്സിൽ ഹൈഡ്രജൻ ക്ലോറൈഡും ഓക്സിജനും തമ്മിൽ 723 കെൽവിനിൽ കുപ്രിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ ഉണ്ടാകുന്നു. ക്ലോറിനെ തിരിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ആക്കാൻ ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്കോറീജിയ? വാട്ട് പ്രൊഡക്ട്സ് ആർ ഫോം വെൻ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം റിയാക്ട് വിത്ത് ഇറ്റ്? 3:1 റേഷ്യോയിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ചേർത്തുണ്ടാക്കുന്ന സൊല്യൂഷനാണ് എക്കോറീജിയ. എക്കോറീജിയ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം റോയൽ വാട്ടർ എന്നാണ്. കാരണം നോബിൾ മെറ്റൽസായ ഗോൾഡിനെയും പ്ലാറ്റിനത്തെയും ഡിസോൾവ് ചെയ്യിക്കാനാണിത് ഉപയോഗിക്കുന്നത്. ഗോൾഡ് എക്കോറീജിയയിൽ ഡിസോൾവ് ചെയ്ത് AuCl4- ആയി മാറുന്നു. അതുപോലെ പ്ലാറ്റിനം എക്കോറീജിയയിൽ ഡിസോൾവ് ചെയ്ത് PtCl6 ആയി മാറുന്നു. എക്കോറീജിയയിൽ ഗോൾഡ് ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ പല ഘട്ടത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ HCl റിയാക്ട്സ് വിത്ത് ഫൈനലി ഡിവൈഡഡ് അയൺ ഇറ്റ് ഫോംസ് FeCl2 ആൻഡ് നോട്ട് FeCl3. വൈ? Fe HClയുമായി റിയാക്ട് ചെയ്യുമ്പോൾ FeCl2ഉം ഹൈഡ്രജനും കിട്ടുന്നു. ഈ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയതിനാൽ FeCl2നെ FeCl3 ആക്കുന്നത് തടയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ക്ലോറിൻ്റെയും അമോണിയം ക്ലോറൈഡിൻ്റെയും മാനുഫാക്ചറിങ്ങിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ആവശ്യമാണ്. കോൺ സ്റ്റാർച്ചിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. ആനിമൽ ബോണിൽ നിന്നും ഗ്ലൂ എക്സ്ട്രാക്ട് ചെയ്യാൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. ബോൺ ബ്ലാക്ക്, അതായത് എല്ലുകരി പ്യൂരിഫൈ ചെയ്യാൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പല മെഡിസിൻ്റെ മാനുഫാക്ചറിങ്ങിലും ലബോറട്ടറി റിയേജൻ്റായും ഹൈഡ്രജൻ ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി ക്ലോറിൻ്റെ ഓക്സോ ആസിഡുകളെ പറ്റി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഓക്സോ ആസിഡ്സ്. ക്ലോറിന് 4 ഓക്സോ ആസിഡുകളാണുള്ളത്. ഇവയിലെല്ലാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2ഉം ഹൈഡ്രജൻ്റെ +1ഉമാണ്. ഇതുപയോഗിച്ച് നമുക്ക് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറുകൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓക്സോ ആസിഡാണ് HClO, അതായത് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. സെക്കൻഡ് വൺ HClO2, അതായത് ക്ലോറസ് ആസിഡ്. ഇതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. തേർഡ് വൺ HClO3, അതായത് ക്ലോറിക് ആസിഡ്. ഇതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഫോർത്ത് വൺ HClO4, അതായത് പെർക്ലോറിക് ആസിഡ്. ഇതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിൻ. ഹൈപ്പോക്ലോറസ് ആസിഡിൽ ഓക്സിജൻ ഹൈഡ്രജനുമായും ക്ലോറിനുമായും ഓരോ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ക്ലോറിൻ്റെ 7 വാലൻസ് ഇലക്ട്രോണുകളിൽ നിന്നും 1 ഇലക്ട്രോൺ മാത്രമാണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. ബാക്കി 6 ഇലക്ട്രോണുകൾ 3 ലോൺ പെയറുകളായി എക്സിസ്റ്റ് ചെയ്യുന്നു. ക്ലോറസ് ആസിഡിൽ ക്ലോറിനിലെ 1 പെയർ ഇലക്ട്രോൺ പുതുതായി വന്ന ഓക്സിജനുമായി ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ക്ലോറിക് ആസിഡിൽ ക്ലോറിൻ്റെ 1 പെയർ ഇലക്ട്രോൺ കൂടി ഓക്സിജനുമായി ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. പെർക്ലോറിക് ആസിഡിലാകട്ടെ 3 ഓക്സിജൻ ക്ലോറിനുമായി ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിൻ
ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത്. ഓക്സിജന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓക്സോ ആസിഡുകളിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുമെന്ന് നിങ്ങളിപ്പോൾ കണ്ടു. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഓക്സോ ആസിഡുകളുടെ സ്ട്രെങ്ത്തും കൂടുന്നു. അതായത് ഓക്സിജന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓക്സോ ആസിഡ്സിൻ്റെ ആസിഡിക് സ്ട്രെങ്ത്തും കൂടുന്നു. അപ്പോൾ ഓക്സോ ആസിഡ്സിന് അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഇങ്ങനെ എഴുതാം. അടുത്തതായി ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്? രണ്ട് ഡിഫറെൻറ്റ് ഹലജനുകൾ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്. ഇവയുടെ ജനറൽ ഫോർമുല XX' N എന്നാണ്. ഇവിടെ Nൻ്റെ വാല്യൂ 1, 3, 5 or 7 ആകാം. X ലാർജർ സൈസുള്ള ഹലജൻ ആറ്റോം, X' സ്മോളർ സൈസുള്ള ഹലജൻ ആറ്റോം ആയിരിക്കും. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഹലജൻസിൻ്റെ സൈസ് കൂടുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് X'-നേക്കാളും ഇലക്ട്രോപോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്. ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് എക്സാമ്പിൾസിൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. ജനറലായി ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ് 4 ടൈപ്പാണുള്ളത്. XX', XX'3, XX'5, XX'7. ഈ ഓരോ ടൈപ്പിൻ്റെയും എക്സാമ്പിൾസ് നമുക്ക് കാണാം. ആദ്യമായി XX' ടൈപ്പ്. ഇവിടെ X' സ്മോളർ ഹലജനും X ലാർജർ ഹലജനുമാണ്. അങ്ങനെയാണെങ്കിൽ 4 ഹലജനുകളിൽ നിന്നും അയോഡിൻ ഒഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും X' സ്ഥാനത്ത് വരാം. X' സ്ഥാനത്ത് ഫ്ലൂറിനാണ് വരുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഇന്റർ ഹലജൻ കോമ്പൗണ്ടുകളാണ് ClF, BrF ആൻഡ് IF. X' സ്ഥാനത്ത് ക്ലോറിനാണ് വരുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഇന്റർ ഹലജൻ കോമ്പൗണ്ടുകളാണ് BrCl ആൻഡ് ICl. X' സ്ഥാനത്ത് ബ്രോമിനാണ് വരുന്നതെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് IBr. ഇവയുടെ എല്ലാം സ്ട്രക്ചർ ലീനിയർ ആയിരിക്കും. അടുത്തത് XX'3 ടൈപ്പ്. ഇവിടെ X എന്ന സെൻട്രൽ ഹലജനാറ്റത്തിന് ചുറ്റും 3 X' ഹലജൻ ആറ്റംസ് വരണം. ഇങ്ങനെ വരണമെങ്കിൽ X' അറ്റോമിക് സൈസ് Xനേക്കാളും കുറവായിരിക്കണം. അതുകൊണ്ട് ഫ്ലൂറിനും ക്ലോറിനും മാത്രമേ X' സ്ഥാനത്ത് വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ClF3, BrF3, IF3 ആൻഡ് ICl3. ഇവയുടെ സ്ട്രക്ചർ T ഷേപ്പാണ്. ഈ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് VSEPRൻ്റെ സഹായത്തോടെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അടുത്തത് XX'5 ടൈപ്പ്. ഇവിടെ ഒരു സെൻട്രൽ ഹലജന് ചുറ്റും 5 ഹലജൻ ആറ്റംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയ ഹലജനായ ഫ്ലൂറിന് മാത്രമേ ഇവിടെ X' വരുവാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ ClF5, BrF5 ആൻഡ് IF5. ഇവയുടെ സ്ട്രക്ചർ സ്ക്വയർ പിരമിഡൽ ആണ്. അടുത്തത് XX'7 ടൈപ്പ്. ഇവിടെ സെൻട്രൽ ഹലജനായി ഏറ്റവും വലിയ ഹലജനായ അയോഡിനും X' ഏറ്റവും ചെറിയ ഹലജനായ ഫ്ലൂറിനും മാത്രമേ വരികയുള്ളൂ. ഈ ടൈപ്പിൽ വരുന്ന ഒരേ ഒരു ഇന്റർ ഹലജനാണ് IF7. ഇതിൻ്റെ സ്ട്രക്ചർ പെൻഡഗണൽ ബൈപിരമിഡൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹലജൻ ഓർ ഇന്റർ ഹലജൻ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്? ഹലജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസ് തമ്മിലാണ്. എന്നാൽ ഇന്റർ ഹലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് 2 വ്യത്യസ്ത ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഹലജൻ ആറ്റംസ് ചേർന്നാണ്. അതുകൊണ്ട് ഇന്റർ ഹലജൻസിലുള്ള ബോണ്ടുകൾ പോളറൈസ്ഡ് ആയിരിക്കും. അവയെ എളുപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആയതിനാൽ ഇന്റർ ഹലജൻ ഹലജനുകളേക്കാൾ റിയാക്റ്റീവ് ആയിരിക്കും. ഫ്ലൂറിനാണ് ഇതിലൊരു എക്സെപ്ഷൻ വരുന്നത്. ഫ്ലൂറിൻ മോളിക്യൂളിലുള്ള FF ബോണ്ട് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കാരണം ഇന്റർ ഹലജനുകളേക്കാൾ വീക്കറാണ്. അതുകൊണ്ട് ഫ്ലൂറിൻ മാത്രം ഇന്റർ ഹലജനുകളേക്കാൾ റിയാക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICl ഈസ് മോർ റിയാക്റ്റീവ് ദാൻ I2. വൈ? ICl ഒരു ഇന്റർ ഹലജൻ മോളിക്യൂളാണ്. അയോഡിൻ ഒരു ഹലജൻ മോളിക്യൂളുമാണ്.
ഇന്റർ ഹലജൻ മോളിക്യൂളിലുള്ള ബോണ്ട് ഹലജൻ മോളിക്യൂളിലുള്ള ബോണ്ടിനേക്കാൾ വീക്കർ ആയിരിക്കുമെന്ന് നിങ്ങളിപ്പോൾ കണ്ടു. അതുകൊണ്ട് ICl അയഡിനേക്കാൾ റിയാക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പറേഷൻ ഓഫ് ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്. ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലജൻ ആറ്റംസ് ഡയറക്റ്റായി കമ്പൈൻ ചെയ്തോ ഒരു ഹലജനും ഒരു ലോവർ ഇന്റർ ഹലജനും തമ്മിൽ റിയാക്ട് ചെയ്തോ ആണ് ഒരു ഇന്റർ ഹലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങൾ കാണാം. ക്ലോറിനും ഫ്ലൂറിനും ഒരേ അളവിലെടുത്ത് 437 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ClF കിട്ടുന്നു. ഇതിൽ ഫ്ലൂറിൻ എക്സസ് ആയി എടുത്താണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ClF3 ആണ് കിട്ടുക. അയോഡിനും ക്ലോറിനും തുല്യ അളവിലെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ICl കിട്ടുന്നു. ഇതിൽ ക്ലോറിൻ എക്സസ് ആയി എടുത്താൽ ICl3 ആണ് കിട്ടുക. ഇതുപോലെ ബ്രോമിനും ഫ്ലൂറിനും റിയാക്ട് ചെയ്യുമ്പോൾ BrF3ഉം BrF5ഉം കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോം വെൻ ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ് ആർ ഹൈഡ്രലൈസ്ഡ്. ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ സ്മോളർ ഹലജൻ്റെ ഹലൈഡ് ഫോം ചെയ്യുന്നു. ഏത് ടൈപ്പ് ഇന്റർ ഹലജൻ ആണെന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലാർജർ ഹലജൻ്റെ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. XX- ടൈപ്പ് ആണെങ്കിൽ ലാർജർ ഹലജൻ്റെ ഹൈപ്പോ ഹലൈറ്റ് അഥവാ HXO ആണ് ഫോം ചെയ്യുന്നത്. XX-3 ടൈപ്പ് ആണെങ്കിൽ ലാർജർ ഹലജൻ്റെ ഹാലൈറ്റ് അഥവാ HXO3 ആണ് ഫോം ചെയ്യുന്നത്. XX-5 ടൈപ്പ് ആണെങ്കിൽ ലാർജർ ഹലജൻ്റെ ഹാലൈറ്റ് അഥവാ HXO5 ആണ് ഫോം ചെയ്യുന്നത്. XX-7 ടൈപ്പ് ആണെങ്കിൽ ലാർജർ ഹലജൻ്റെ പെർ ഹാലൈറ്റ് അഥവാ HXO7 ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ഓഫ് ClF. ClF ഒരു XX- ടൈപ്പ് ഇന്റർ ഹലജനാണ്. ഇതിൽ ക്ലോറിൻ ലാർജർ ഹലജനും ഫ്ലൂറിൻ സ്മോളർ ഹലജനുമാണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് ഫ്ലൂറിൻ്റെ ഹലൈഡും ക്ലോറിൻ്റെ ഹൈപ്പോ ഹാലൈറ്റും ആയിരിക്കും. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ജനറൽ മെത്തേഡ് അറിയാമെങ്കിൽ ഇതുപോലെ ഏതൊരു ഇന്റർ ഹലജൻ്റെയും ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് VSEPR explain the geometries of ClF, ClF3, BrF5 and IF7. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി ഉപയോഗിച്ച് നമുക്ക് 4 ടൈപ്പിലുമുള്ള ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സിൻ്റെയും ജോമെട്രി കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ClFഉം ClF3യും BrF5ഉം IF7ഉം എടുക്കാം. ആദ്യം ഓരോന്നിലെയും സെൻട്രൽ ആറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ClFലെ സെൻട്രൽ ആറ്റം ക്ലോറിനാണ്. ClF3യിൽ സെൻട്രൽ ആറ്റം ക്ലോറിൻ തന്നെയാണ്. BrF5ൽ ബ്രോമിനും IF7ൽ അയഡിനുമാണ് സെൻട്രൽ ആറ്റം. ഈ സെൻട്രൽ ആറ്റങ്ങളുടെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. ഇവയെല്ലാം ഹലജൻസ് ആയതുകൊണ്ട് തന്നെ 7 വാലൻസ് ഇലക്ട്രോണുകളാണ് ഉള്ളത്. അടുത്തതായി ഓരോ മോളിക്യൂളിലുമുള്ള ബോണ്ട് പെയറുടെ എണ്ണം നോക്കാം. ClFൽ ഒരു ബോണ്ടും ClF3യിൽ 3 ബോണ്ടുകളും BrF5ൽ 5 ബോണ്ടുകളും IF7ൽ 7 ബോണ്ടുകളുമാണ് ഉള്ളത്. ഓരോ മോളിക്യൂളിലെയും ലോൺ പെയേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ClFൽ ബോണ്ടിങ്ങിന് 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ, അതായത് 3 ലോൺ പെയർ ഇലക്ട്രോണുകളാണുള്ളത്. ClF3യിൽ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ, അതായത് 2 ലോൺ പെയർ ഇലക്ട്രോണുകളാണ് ഉള്ളത്. BrF5യിൽ 2 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ അഥവാ 1 ലോൺ പെയർ ഇലക്ട്രോൺ ആണ് ഉള്ളത്. IF7ൽ 7 ഇലക്ട്രോണും ബോണ്ടഡ് ആണ്. അപ്പോൾ അതിൽ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഇല്ല. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് കിട്ടുവാൻ ലോൺ പെയറും ബോണ്ട് പെയറും ആഡ് ചെയ്യുക. അപ്പോൾ ClFൽ 4ഉം ClF3യിൽ 5ഉം BrF5യിൽ 6ഉം IF7ൽ 7ഉം ഇലക്ട്രോൺ പെയറാണ് കിട്ടുക. ഇനി ഇവരുടെ ജോമെട്രി നോക്കാം. ClFൽ ടോട്ടൽ 4 ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. അപ്പോൾ ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും 3 ലോൺ പെയർ ഉള്ളതിനാൽ അത് ലീനിയർ ജോമെട്രി ആയി റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ClF3യിൽ 5 ഇലക്ട്രോൺ പെയർ ഉള്ളതിനാൽ ട്രയഗണൽ ബയോപിരമിഡ് ആണ് എക്സ്പെക്റ്റഡ് ജോമെട്രി. എന്നാൽ 2 ലോൺ പെയർ ഉള്ളതിനാൽ ജോമെട്രി
ടി ഷേപ്പായി റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. BRFIയിൽ 6 ഇലക്ട്രോൺ പെയറുകളാണുള്ളത്. എക്സ്പെക്റ്റഡ് ജോമെട്രി ഒക്ടാഹെഡ്രൽ ആണെങ്കിലും ഒരു ലോൺ പെയർ വന്നതിനാൽ ഇവ സ്ക്വയർ പിരമിഡ് ജോമെട്രിയാണ് കാണിക്കുന്നത്. IF7ൽ 7 ബോണ്ട് പെയർ ഇലക്ട്രോണുകൾ ഉള്ളതിനാൽ ഇത് കാണിക്കുന്ന ജോമെട്രി പെൻഡഗണൽ ബൈപിരമിഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ClF3, BRF5 ആൻഡ് IF7. ClF3യുടെ സ്ട്രക്ചർ ടി ഷേപ്പും BRF5യുടെ സ്ക്വയർ പിരമിഡും IF7ന്റെ പെൻഡഗണൽ ബൈപിരമിഡുമാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. താഴെയുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുവാനായി പഠിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസസ് ഓഫ് ഇന്റർഹലജൻ കോമ്പൗണ്ട്സ്. ഇന്റർഹലജൻ കോമ്പൗണ്ടുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ നോൺ എക്വസ് സോൾവെന്റുകളായി ഉപയോഗിക്കുന്നു. ഫ്ലൂറിൻ അടങ്ങിയ ഇന്റർഹലജൻ കോമ്പൗണ്ട് വളരെ പവർഫുള്ളായ ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ്. ഉദാഹരണമായി ClF3യും BRF3യും യുറാനിയം 235 ഐസോട്ടോപ്പിന്റെ എൻറിച്ച്മെന്റിന് ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന യുറാനിയത്തിന്റെ ഐസോട്ടോപ്പാണ് U235. എന്നാൽ നാച്ചുറലായി കിട്ടുന്ന യുറാനിയത്തിൽ 1% താഴെ മാത്രമേ U235 കാണുകയുള്ളൂ. ബാക്കി നോൺ ഫിസൈലായ U238 ഐസോട്ടോപ്പാണ്. ഇതിൽ നിന്നും യുറേനിയം 235ന്റെ അളവ് കൂട്ടാനായി ഇന്റർഹലജൻ കോമ്പൗണ്ടുകളായ ClF3 അല്ലെങ്കിൽ BRF3 ഉപയോഗിക്കുന്നു. ഇവ യുറേനിയവുമായി റിയാക്ട് ചെയ്യുമ്പോൾ വോളറ്റൈലായ UF6 ഉണ്ടാകുന്നു. ഈ ക്വസ്റ്റ്യനോടുകൂടി ഗ്രൂപ്പ് 17 എലമെന്റ്സ് ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ പറ്റി പഠിക്കാം.